Hi dears, welcome back to Arcanex Physics Practical Sessions. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ ഫസ്റ്റ് അല്ല എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഓസിലേഷൻ മെത്തേഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹെലിക്കൽ സ്പ്രിങ്ങിന്റെ ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഹെലിക്കൽ സ്പ്രിങ് വെച്ചിട്ട് വെർട്ടിക്കലി ഇയാൾ ഓസിലേറ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, ഇയാളുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലിക്കൽ സ്പ്രിംഗ്, ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതേപോലെ സ്റ്റോപ്പ് വാച്ച് ആവശ്യമുണ്ട്, ആൻഡ് അതേപോലെ ഈ സ്ലോട്ടഡ് വെയിറ്റുകൾ അല്ലെങ്കിൽ വെയിറ്റ് ഹാങ്ങർ ആവശ്യമുണ്ട്. ആൻഡ് സ്ലോട്ടഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു വെയിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വെയിറ്റ് ഏകദേശം 50 ഗ്രാം ആണുള്ളത്. സോ നിങ്ങളുടെ സ്കൂളുകളിൽ ഡിഫറെൻറ്റ് മാസുകൾ അവിടെ ഒപ്റ്റെയിൻ അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിരിക്കും. സോ അത്തരത്തിലുള്ള മാസുകൾ നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ലോട്ടഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 ഗ്രാം ആണ്. ഓക്കെ, സോ അങ്ങനത്തെ 50 ഗ്രാം വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇതിനകത്ത് ഓരോ മാസുകളായിട്ട് നമ്മൾ ആഡ് ചെയ്യും. ആ ആഡ് ചെയ്യാൻ ശേഷം ഞാൻ എന്ത് ചെയ്താൽ ഇതേപോലെ ഇയാളെ ഓസിലേറ്റ് ചെയ്യും അല്ലേ. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 10 ഓസിലേഷൻ്റെ ടൈം എടുക്കാൻ പോവാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എന്താണ്, യെസ്, ടൈം പീരീഡിന്റെ ബേസിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇക്വേഷൻ വരുന്നത് K = 4π² m/t² ആണ്. M എന്ന് വെച്ചാൽ എന്താണ്, മാസ് ആണ്, സ്ലോട്ട് ചെയ്തിട്ടുള്ള മാസ് ആണ്. അതേപോലെ T എന്ന് വെച്ചാൽ എന്താണ്, ടൈം പീരീഡുമാണ്. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാണ്ട് MT² ഗ്രാഫ് അല്ലെ, മാസും ടൈം പീരീഡിന്റെ സ്ക്വയറുമായിട്ടുള്ള ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാണ്ട്. സോ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ X ആക്സിൽ മാസ് ഉണ്ടാവും, Y ആക്സിൽ ടൈം പീരീഡിന്റെ സ്ക്വയറും ഉണ്ടാവും. സോ അതിന്റെ എന്തെടുത്തു കഴിഞ്ഞാൽ K = 4π², M എന്ന് പറഞ്ഞാൽ AB ആണല്ലേ. സോ AB/T² ഏതാണ്, BC അല്ലേ കാണിക്കുന്നത്. സോ AB/BC ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസും നമ്മൾ റേഷ്യോ എടുത്തതിന് ശേഷം അതുമായിട്ട് 4π² മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്പ്രിംഗ് കോൺസ്റ്റന്റ് കിട്ടും. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് വഴി അല്ലെങ്കിൽ MT² ഗ്രാഫ് വഴിയും അതേപോലെ തന്നെ ഇതേപോലത്തെ വെർട്ടിക്കൽ ഓസിലേഷൻ വഴിയും നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിന്റെ ടേബിളർ കോളത്തിൽ വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ട്രയൽ നമ്പേഴ്സ് ഉണ്ട്. 4 ട്രയൽ നമ്പേഴ്സ് നമ്മൾ എടുക്കും, 4 മാസുകൾ നമ്മൾ സ്ലോട്ട് ചെയ്യും. ആ 4 മാസിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ 4 മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് 10 ഓസിലേഷൻ നമ്മൾ എടുക്കും. ആ 10 ഓസിലേഷൻ തന്നെ നമ്മൾ 2 റീഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ 2 ട്രയലുകളായിട്ട് നമ്മൾ അഗൈൻ എടുക്കും. അതിന്റെ മീൻ കണ്ടുപിടിക്കും. ഓക്കെ, അതേപോലെ 4 ട്രയലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കും. ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കിട്ടിയ ഈ മീൻ ടൈം ബൈ എന്ത് ചെയ്താൽ മതി, 10 ചെയ്താൽ മതിയാവും. എന്നിട്ട് എൻ്റെ ടൈം പീരീഡ് സ്ക്വയർ കണ്ടുപിടിക്കും. ദെൻ എന്ത് ചെയ്യും, m/t² വാല്യൂ നമ്മൾ ഇവിടെ എഴുതും. ആൻഡ് ആ m/t² ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എടുത്തതിന് ശേഷം അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 4π² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്പ്രിംഗ് കോൺസ്റ്റന്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, റെസ്റ്റ് മാസ് അല്ലേ. എന്ന് വെച്ചാൽ സാധാരണ സ്ലോട്ടഡ് വെയിറ്റ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ റെസ്റ്റ് മാസ് വരുന്നത്. എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഇതിനകത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള മാസ് ആയിരിക്കും. ഈ റെസ്റ്റ് മാസിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നല്ല സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉള്ള ആളാണെങ്കിൽ നല്ല ഓസിലേഷൻ നമുക്ക് അവിടെ കിട്ടില്ല. അതേപോലെ ഷിവർ ചെയ്യുന്ന ഓസിലേഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സാർ എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് ഈ ഒരു റെസ്റ്റ് മാസിലുള്ള ഓസിലേഷൻ സാർ എടുക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ റെസ്റ്റ് മാസ് ഓൾറെഡി റെസ്റ്റ് മാസ് ആണ് എത്രയാണ്, 50 ഗ്രാം ആണ് അല്ലേ. സോ ആ 50 ഗ്രാമിന്റെ കൂടെ ഞാൻ എഗെയിൻ എന്ത് ചെയ്യാണ്, 50 ഗ്രാം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. സോ മൊത്തം എത്ര ആയിട്ട് ഇപ്പോൾ ഉണ്ടോ, 100 ഗ്രാം വെയിറ്റ് ഇപ്പോൾ നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 100 ഗ്രാം പ്ലേസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇയാൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഓസിലേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ 10 ഓസിലേഷന്റെ ടൈം എടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഒരു ഓസിലേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മളിങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ പോയി തിരിച്ചെത്തണം അല്ലേ. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ 1 അല്ലേ, അങ്ങനെ എടുക്കാം. എന്ന് വെച്ചാൽ ഇയാൾ താഴെ പോയി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ താഴത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പോയി തിരിച്ച് താഴെ എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഓസിലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ 10 ഓസിലേഷന്റെ ടൈമാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, സോ 10 ഓസിലേഷൻ ടൈം എടുത്താലോ നമുക്ക്. ഓക്കെ, സോ ആദ്യം സാറ് 100 ഗ്രാം ആണ് പ്ലേസ് ചെയ്ത് നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ റെക്കോർഡ് ബുക്കിൽ മാർക്ക് ചെയ്യാം, 100 ഗ്രാം ആണെന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ 100 ഗ്രാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി. ഓക്കെ, ഇനി നമ്മൾ ഓസിലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഓസിലേറ്റ് ചെയ്യുക. ഓസിലേറ്റ് ചെയ്തതിനു ശേഷം അതൊന്ന് ഫ്രീ ആയിട്ട് വിടാം. ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട, ഒന്ന് അത് ഓസിലേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് വാച്ചിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ടൈം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. 2 3 4 5 6 7 8 9 10. ഓക്കെ, സോ 10 ഓസിലേഷന്റെ സമയം ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് ഏകദേശം 6 സെക്കൻഡ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തത് കിട്ടണം. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം, 6 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇയാൾ നമ്മൾ ഒന്നുകൂടി ഓസിലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഓസിലേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഷിവറിംഗ് ഒക്കെ മാറിയ ശേഷം നമുക്ക് എടുത്താൽ മതി, സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാൻ മുകളിൽ എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയത് 6.6 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 6 സെക്കൻഡ് ആയിട്ട് എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ എനിക്ക് 2 റീഡിംഗ് കിട്ടിയ എത്രയാണ്, 6 സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫൈനലൈസ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സ്ലോട്ടഡ് വെയിറ്റ് എന്ന് വെച്ചാൽ ഒരു 50 ഗ്രാം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. സോ ഒരു 50 ഗ്രാം കൂടെ സാർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ആഡ് ചെയ്തു. ആൻഡ് ഇയാൾ നമ്മൾ ഓസിലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓസിലേറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, ഓസിലേറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ട്, കാരണം ഓസിലേഷൻ സ്പീഡിലാണ് പോകുന്നുണ്ടാവും, അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എണ്ണം എടുക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മുകളിലത്തുമാണ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 സ്റ്റോപ്പ്. ഓക്കെ, സോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് 8 സെക്കൻഡ് ആണ്. ഓക്കെ, 8 സെക്കൻഡ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് ട്രയൽ എന്ന് കിട്ടി 8 സെക്കൻഡ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ എടുക്കാം. ഓക്കെ, സോ ഒന്നുകൂടി എന്ത് ചെയ്യാൻ പോവാണ്, ഓസിലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഒന്നുകൂടി ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുകളിലെത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സോ എഗൈൻ എനിക്ക് എത്ര കിട്ടി, 8 സെക്കൻഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 8 സെക്കൻഡ് മാർക്ക് ചെയ്യാം. സോ 8 സെക്കൻഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മൊത്തം വെയിറ്റ് എത്രയാണ്, ഇപ്പോൾ 50 100 150 ആണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. സോ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ അഗൈൻ അയാളുടെ കൂടെ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു 50 കൂടെ വെച്ചാൽ ഇപ്പോൾ എന്തായിട്ട് മാറി, 200 ഗ്രാം വെയിറ്റ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 200 ഗ്രാം വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓസിലേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. സോ ഓസിലേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇത് നന്നായിട്ട് ഓസിലേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഫ്രീ ആയിട്ട് വിടാം. വിട്ടതിന് ശേഷം ഒന്ന് കറക്റ്റ് ഓസിലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 സ്റ്റോപ്പ്. ഓക്കെ, സോ എനിക്ക് കിട്ടിയത് 9 സെക്കൻഡ്സ് ആണ്. ഓക്കെ, 9 സെക്കൻഡ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ 9 സെക്കൻഡ് എന്ത് ചെയ്യാം, നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 9 സെക്കൻഡ് ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി നമ്മൾ ഇതിൻ്റെ ട്രയൽ എടുക്കാൻ പോവാണ്. സോ ഒന്നുകൂടി ഓസിലേറ്റ് ചെയ്യുന്ന ആളെ. സോ അയാൾ സൈഡിലേക്ക് ഒന്നും ഇങ്ങനെ അനങ്ങി പോകാൻ പാടില്ല. കറക്റ്റ് എന്ത് ചെയ്യാം, ഏകദേശം സൈഡിലേക്ക് ഒരുപാട് ഓസിലേഷൻ വരാത്ത രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അയാളെ ഓസിലേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, റെഡി. സോ മുകളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Start. 1 2 3 4 5 6 7 8 9 and 10. ഓക്കെ, സോ എഗൈൻ എനിക്ക് കിട്ടിയ എത്ര തന്നെയാണ്, 9 സെക്കൻഡ് തന്നെയാണ്. സോ നമുക്ക് 9 സെക്കൻഡ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഫൈനലി നമ്മുടെ അവസാനത്തെ വെയിറ്റ് കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. 4ാമത്തെ ട്രയലാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇപ്പോൾ മൊത്തം വെയിറ്റ് എത്രയായി, 1 2 3 4 5 അല്ലെ, എന്ന് വെച്ചാൽ 250 ഗ്രാം വെയിറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. സോ ഏകദേശം അടിയിൽ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെറിയ ഓസിലേഷൻ നമുക്ക് കൂടെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഓസിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സോ 10 സെക്കൻഡ് ആണ് അല്ലേ, 10 ഓസിലേഷന് 10 സെക്കൻഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ 10 സെക്കൻഡ് മാർക്ക് ചെയ്യാം. സോ 10 സെക്കൻഡ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി ആളെന്ത് ചെയ്യാം, നമുക്ക് ഓസിലേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി ഓസിലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മുകളിലത്തെ മാറിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സോ എനിക്ക് കിട്ടിയിട്ടുള്ള ഏകദേശം 10.50 സംതിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ 11 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, 11 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. സോ 11 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 11. ഓക്കെ, സോ അവിടെ മാത്രമാണ് നമുക്ക് 2 ട്രയലിൽ എന്ത് കിട്ടിയിട്ടുള്ളത്, കുറച്ച് വേരിയേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള, അല്ലെ, നമ്മൾ ആ ഒരു മെഷർമെന്റിലൂടെ എഴുതി വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ഇത്രയാണ്. നമുക്ക് അതിന്റെ മീൻ എടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് റീഡിംഗ് 6 ആണ്, സെക്കൻഡ് 6 ആണ്. സോ മീൻ ഓൾറെഡി എന്തായിരിക്കും, 6 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് അകത്തും 8 ആണ്. സോ മീൻ എന്താണ്, 8 ആണ് വരിക. ആൻഡ് തേർഡ് റീഡിംഗിന്റെ അകത്തും 9 + 9/2 എന്ത് വരും, 9 തന്നെയാണ്. അടുത്തത് 10ഉം 11ഉം ആണ്. സോ എത്രയാണ് വരിക, മീൻ 10.5 ആയിരിക്കും മീൻ വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടൈം പീരീഡ് കണ്ടുപിടിക്കാം. അല്ലെ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം ടേക്കൺ ബൈ 10 ആണ്. അല്ലെ, 10 ഓസിലേഷൻ ടൈം ആണല്ലോ ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ T/10 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ടൈം പീരീഡ് കിട്ടും. T/10 ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, ടൈം പീരീഡ് കിട്ടും. റെഡി. സോ നമുക്ക് ടൈം പീരീഡ് എടുത്ത് നോക്കാം. സോ T/10 അല്ലേ. സോ 6/10 എത്രയാണ്, 0.6 ആണ്. 8/10 എത്രയാണ്, 0.8 ആണ്. 9/10 എത്രയാണ്, 0.9 ആണ്. 10.5/10 എത്രയാണ്, 1.05 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഓരോത്തിന്റെ ടൈം പീരീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ സ്ക്വയർ എടുക്കാം. 0.6ന്റെ സ്ക്വയർ എത്രയാണ്, 0.36 ആണ്. ഓക്കെ, 0.8ന്റെ സ്ക്വയർ എത്രയാണ്, 0.64 ആണ്. ഓക്കെ, ആൻഡ് 0.9ന്റെ സ്ക്വയർ എത്രയാണ്, 0.81 ആണ്. അതേപോലെ 1.05ന്റെ സ്ക്വയർ എത്രയാണ്, 1.10 ആണ്. റെഡി അല്ലേ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, m/t സ്ക്വയർ, ഈ മാസ് ഡിവൈഡഡ് ബൈ ഈ ടി സ്ക്വയർ ചെയ്യാം. അല്ലെ, ഇവിടെ ഗ്രാമിലാണ് നിങ്ങൾ ആലോചിക്കുക. സോ നമുക്ക് കിട്ടുമ്പോൾ എന്തായി കിട്ടുക, gram by second സ്ക്വയർ ആയി കിട്ടുന്നുണ്ടാവുക. അത് നമ്മൾ കിലോഗ്രാമിലേക്ക് അവസാനം കൺവേർട്ട് ചെയ്യാം. സോ നോക്കാം. ഓക്കെ, സോ 100/0.36 നമുക്ക് കിട്ടാൻ പോകുന്നത് 277.7 സംതിങ് ഉണ്ടാവും. സോ നമ്മൾ 7 വെച്ച് നിർത്തുകയാണ്. ഓക്കെ, നെക്സ്റ്റ് 150 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ആയിട്ടുള്ള 0.64 ചെയ്താൽ കിട്ടാൻ പോകുന്നത് 234.3 ആയിരിക്കും. ഓക്കെ, 3 സംതിങ് ഉണ്ടാവും. ഞാൻ ഒറ്റ ഡെസിമൽ പോയിന്റ് മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തത് 200 ഡിവൈഡഡ് ബൈ 0.81 കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയോ, 246.9 എന്ന് കിട്ടും. അടുത്തത് 250 ഡിവൈഡഡ് ബൈ 1.10 കിട്ടുന്നത് ആയിരിക്കും 227.2 ആയിരിക്കും.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എം ബൈ ടി സ്ക്വയറിന്റെ മീൻ എടുക്കാം. ഓക്കെ, എം ബൈ ടി സ്ക്വയർ മീൻ എന്ത് ചെയ്യുക, ഈ 4 വാല്യൂസ് ആഡ് ചെയ്യുക, ബൈ 4 ചെയ്യുക. 4 ചെയ്യുമ്പോൾ കിട്ടുന്നത് അത്രയും അറിയോ, 246.5. എന്തിലാണ് നമ്മൾ യൂണിറ്റ് വരിക, ഗ്രാം പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക് കിട്ടുന്നുണ്ടാവും. എം ബൈ ടി സ്ക്വയറിലെ, സോ മാസ് ഗ്രാമിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ബൈ ടി സ്ക്വയർ എന്താണ് സെക്കൻഡ് സ്ക്വയർ ആണ് വരിക. അതിന് നമുക്ക് എന്ത് ചെയ്യാം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഏറ്റവും അവസാനം കൺവേർട്ട് ചെയ്യാം. റൈറ്റ്, സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണ്, ഈ എം ബൈ ടി സ്ക്വയറിന്റെ എന്ത് എടുക്കണം, നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്തണ്ടേ. സോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 4 പൈ സ്ക്വയർ എം ബൈ ടി സ്ക്വയർ ആണ്. സോ എം ബൈ ടി സ്ക്വയറിന്റെ മീൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അതിന് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 4 പൈ സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4 പൈ സ്ക്വയർ ഇൻറ്റു എം ബൈ ടി സ്ക്വയറിന്റെ മീൻ എത്രയാണ്, 246.5 ആണ്. ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 9722.5. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്, 9722.5 എന്താ കിട്ടിയത്, ഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ബൈ 1000 അല്ലേ. സോ നമുക്ക് എത്ര കിട്ടും, ഈക്വൽ ടു 9.72 കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക, സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ വരിക. നിങ്ങൾക്ക് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് നമുക്ക് 10 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ ഏകദേശം എന്താണ് 9.7 എന്ന് പറഞ്ഞാൽ ഏകദേശം 10നോട് അടുത്ത് നിൽക്കുന്ന വാല്യൂ ആണ്. സോ ചെറിയ തരത്തിലുള്ള എറേഴ്സുകൾ സംഭവിക്കാം. സോ അത് ചെയ്തപ്പോൾ കിട്ടിയ എത്രയാണ്, 9.72 ആണ്. സോ അത് നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂമായിട്ട് അടുത്ത് നിൽക്കുന്ന വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 9.72 കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എന്ത് വരിക, നമ്മുടെ ഈ ഒരു സ്പ്രിംഗിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വരിക. ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാഫ് എക്സ് ആക്സിന്റെ മുകളിൽ നമ്മുടെ മാസ് ഉണ്ട്, അതേപോലെ തന്നെ വൈ ആക്സിന്റെ മുകളിൽ നമ്മുടെ ടൈം പീരീഡ് സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മാസ് എന്ന് പറഞ്ഞാൽ ഗ്രാമിന് ബേസ് ആയിട്ടുള്ള 50, 100, 150, 200, 250 അങ്ങനെ ഗ്രാം ബേസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് കിട്ടാൻ പോകുന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റ് അകത്ത് നമുക്ക് ആദ്യം കിട്ടുക ഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആയി കിട്ടുക, അതിന് നമുക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡിന്റെ സ്കോർ ഒക്കെ ഞാൻ അതോടെ മാർക്ക് ചെയ്ത് വെച്ചതിന് കറസ്പോണ്ടിങ് എടുത്ത സമയത്ത് എനിക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടി. പക്ഷേ ആ സ്ട്രേറ്റ് ലൈൻ ഒരു പോയിന്റ് ഡീവിയേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഡീവിയേറ്റ് നിൽക്കുന്ന പോയിന്റുകൾ കൺസിഡർ ചെയ്യണമെന്നില്ല, അത് അവിടെ നിൽക്കുക. ബാക്കിയുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക, സ്ട്രേറ്റ് ലൈൻ ആയിട്ട് അവിടെ ജോയിൻ ചെയ്യാം. ആ പുറമേക്ക് മാറിക്കുന്ന പോയിന്റ് അവിടെ വെച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ, ഒരു പോയിന്റ് ഒക്കെ അങ്ങനെ കിട്ടാം, എറേഴ്സ് ഉണ്ടാവില്ല എന്തായാലും. ഓക്കെ, കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ABC ആണ് എടുക്കേണ്ടത് അല്ലേ. സോ ABC എടുക്കുന്ന സമയത്ത് നമുക്കറിയാം AB എന്ന് വെച്ചാൽ ഈ സൈഡ് ആണല്ലേ. സോ ഈ സൈഡ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ സൈഡിനെ കണ്ടുപിടിക്കുക. നോക്കിയതാ ഇവിടുന്ന് B എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണുള്ളത്, 200 അല്ലേ. ഇത് എവിടെയാണുള്ളത്, ഇതാ നേരെ നോക്കിയാൽ അറിയാം, 100ന്റെയും 150ന്റെയും മിഡിൽ ആയിട്ടാണ്. സോ 125 ആ. സോ 200 ഡിവൈഡഡ് ബൈ 125 എന്ന് വെച്ചാൽ എത്ര വരിക, 75 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 75 റെഡി. ഇനി അടുത്തത് നോക്കിയേ, BC അല്ലേ. BC എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള. സോ ഈ വാല്യൂ എത്രയാണ്, 0.5 ആണ്. സോ 0.5 എന്ന് എത്ര കൂടി കണ്ടുപിടിച്ചാൽ പോരെ. ആൻഡ് ഈ വാല്യൂ എത്രയാ, 0.82 ആണ് അല്ലേ. അപ്പോൾ 0.82 മൈനസ് 0.5 ആണ്. സോ നമുക്ക് എത്ര കിട്ടും, 0.32 എന്ന് കിട്ടും. സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായി, AB ആയി, BC ആയി. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് കൊടുക്കാം. എന്താ ഇക്വേഷൻ, എന്താ 4 പൈ സ്ക്വയർ ഇൻറ്റു AB ബൈ BC അല്ലേ. സോ K ഈക്വൽ ടു 4 ഇൻറ്റു പൈ സ്ക്വയർ എന്താണ്, 3.14ന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു AB ആരാ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 75 ആണ്. സോ 75 ഡിവൈഡഡ് ബൈ BC എന്ന് പറഞ്ഞാൽ ആരാണ്, 0.32 ആണ്. സോ 0.32. ഓക്കെ, ഇപ്പോൾ 75 ബൈ 0.32 ചെയ്യുക. ആ 75.32 ചെയ്ത് കഴിഞ്ഞാൽ K ഈക്വൽ ടു 4 ഇൻറ്റു 3.14ന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയെന്ന് അറിയോ, 234.37 ആയി കിട്ടുന്നുണ്ടാവുക. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന വാല്യൂ K ഈക്വൽ ടു 9243.3 ഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുക. നമുക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, യെസ് ഒരു 3 പോയിന്റ് ബൈ 1000 അല്ലേ. സോ 3 പോയിന്റ് ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്യുക. സോ നമുക്ക് കിട്ടി 9.24 കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. സോ ഇതായിരിക്കും നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് SI യൂണിറ്റിലെ വാല്യൂ വരിക, 9.24. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ നേരെ നമ്മൾ റിസൾട്ടിലേക്ക് എത്താൻ പോവാണ്. സോ റിസൾട്ട് അത് എന്താ വരിക, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഫ്രം എന്താണ്, വെർട്ടിക്കൽ ഓസിലേഷൻ മെത്തേഡിൽ നമ്മൾ കിട്ടിയത് 9.72 കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടിയത്. അതേപോലെ നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ MT സ്ക്വയർ ഗ്രാഫിൽ നമുക്ക് കിട്ടി 9.24 കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കിട്ടിയ എത്രയാണ്, നമ്മുടെ വെർട്ടിക്കൽ ഓസിലേഷൻ മെത്തേഡ് വഴി നമുക്ക് 9.72 ആണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ MT സ്ക്വയർ ഗ്രാഫിൽ നമുക്ക് കിട്ടിയ 9.2 സംതിങ് ആണ് കിട്ടിയത്. സോ ഏകദേശം അടുത്തടുത്ത റേഞ്ച് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അത് ശരിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിശ്വസിക്കാം. ഓക്കെ, സോ നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി, അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇതേപോലുള്ള അടുത്ത എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ടിൽ ദെൻ